ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 25,000 മുകളിൽ സസ്റ്റെയിൻ ചെയ്തുകൊണ്ട് നിഫ്റ്റി ഇന്ന് അതിൻ്റെ സ്ട്രെങ്ത് തെളിയിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. കാരണം 25,103 എന്നുള്ള ലെവലിലാണ് ഇന്ന് നിഫ്റ്റി ക്ലോസ് ചെയ്തത്. ഏകദേശം 100 പോയിന്റിൻ്റെ ഒരു അപ്സൈഡാണ് ഇന്നലത്തെ ക്ലോസിങ്ങിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ 25,200 മുകളിലുള്ള ഒരു ലെവലിലേക്ക് നിഫ്റ്റി പോകേണ്ടതുണ്ട്. കാരണം അതൊരു പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ലെവലാണ്. അത് ബ്രേക്ക് ചെയ്തുകൊണ്ട് 25,300 കടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 25,800 വരെ ഒരു മൂവിന് സാധ്യതയുണ്ടെന്നാണ് ടെക്നിക്കൽ ചാർട്ടുകൾ പ്രവചിക്കുന്നത്. ഇന്ന് നമുക്ക് കാണാൻ കഴിയും ലാർജ് ക്യാപ്പിനേക്കാൾ മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും മൈക്രോ ക്യാപ്പിലുമുള്ള സ്റ്റോക്കുകളിലാണ് കാര്യമായിട്ടുള്ള മുന്നേറ്റം ഉണ്ടായത്. അഡ്വാൻസ് ഡിക്ലൈൻ സ്റ്റോക്കുകളുടെ എണ്ണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 64% സ്റ്റോക്കുകളും ഇന്ന് അപ്സൈഡ് പോയതായിട്ട് കാണാൻ പറ്റും. ഏകദേശം 32% സ്റ്റോക്കുകൾ മാത്രമാണ് ഡിക്ലൈൻ ആയിട്ടുള്ളത്. അപ്പോൾ ഫ്രൈഡേ RBIയുടെ ആ ഒരു മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ ആ ഒരു ഔട്ട്കം, അവിടെ ഉണ്ടായിട്ടുള്ള ആ റേറ്റ് കട്ട്, അത് തീർച്ചയായിട്ടും മാർക്കറ്റിൽ ഒരു റാലി സൃഷ്ടിക്കാൻ കാരണമായിട്ടുണ്ട്. എന്നാൽ 25,000 മുകളിലേക്ക് വന്നിട്ടുള്ള ഈ ഒരു റാലി അത് ഇവിടെ സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും കൂടുതലായിട്ടുള്ള പോസിറ്റീവ് ക്യൂസ് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ഏർണിങ്സ് ഗ്രോത്ത് എന്ന് പറയുന്നത്. അപ്പോൾ Q4 റിസൾട്ട് സൂചിപ്പിക്കുന്നത് മിഡ് ക്യാപ്പ് സ്റ്റോക്കുകളിൽ നല്ലൊരു ഏർണിങ്സ് ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിലും ലാർജ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും അത് പ്രതീക്ഷ അത്ര വന്നിട്ടില്ല. ഇപ്പം അവിടെ സ്ട്രഗിൾ ചെയ്യുകയാണ്. എക്സലൻ്റ് ആയിട്ടുള്ള ഒരു ഏർണിങ്സ് ഉണ്ടായിട്ടില്ലെങ്കിലും നമുക്കറിയാം ഗ്ലോബൽ മാർക്കറ്റ്, പ്രത്യേകിച്ച് US മാർക്കറ്റും ചൈനീസ് മാർക്കറ്റും അവരുടെ ഒരു മാക്രോ ഡാറ്റകൾ അത്ര ഫേവറബിൾ അല്ല. അതുകൊണ്ട് തന്നെ എമേർജിംഗ് മാർക്കറ്റായിട്ടുള്ള ഇന്ത്യയിലേക്ക് കൂടുതലായിട്ടുള്ള ഫണ്ട് ഫ്ലോക്കുള്ള സാധ്യതയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. US ഫ്യൂച്ചേഴ്സിൻ്റെ പ്രസൻറ്റ് പെർഫോമൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതൊരു ഫ്ലാറ്റ് ആയിട്ടുള്ള ലെവലിലാണ് ഇപ്പോഴും ട്രേഡ് ചെയ്യുന്നത്. അവിടെ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലുണ്ടായ തരത്തിലുള്ള ഒരു റാലി നമുക്ക് അവിടെ കാണാൻ കഴിയില്ല. അപ്പോൾ ഇന്ന് ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള ചില സ്റ്റോക്കുകളെ കുറിച്ചാണ് ഇവിടെ കൂടുതലായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിലൊന്ന് സുസ്ലോൺ എനർജിയാണ്. ഇന്ന് സുസ്ലോൺ എനർജിയിൽ ഒരു റിപ്പോർട്ട് വന്നിരുന്നു. ഒരു ബ്ലോക്ക് ഡീലുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ടായിരുന്നു അത്. നമുക്കറിയാം പ്രൊമോട്ടേഴ്സിൻ്റെ ഹോൾഡിംഗ് വളരെ കുറവുള്ള ഒരു സ്റ്റോക്കാണ് സുസ്ലോൺ. ടാൻഡി ഫാമിലി ആൻഡ് ട്രസ്റ്റ് അവരാണ് പ്രധാനപ്പെട്ട പ്രൊമോട്ടേഴ്സ്. അപ്പോൾ അവരുടെ സ്റ്റേക്ക് ഏകദേശം 1.45 to 2.9% ഉള്ള ഒരു സ്റ്റേക്ക് അവർ വിൽക്കുകയാണ്. അത് ഏകദേശം 13.5 മുതൽ 20 കോടിക്കടുത്തുള്ള ഷെയറുകൾ വരും. അപ്പോൾ അതൊരു ബ്ലോക്ക് ഡീലിലൂടെ ഏകദേശം 64.75 എന്നുള്ള പ്രൈസിലാണ് ആ ഡീല് നടന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അത് ഏകദേശം നിലവിലെ പ്രൈസിൽ നിന്ന് 3% ഡിസ്കൗണ്ട് പ്രൈസിലാണ് ആ ഒരു ബ്ലോക്ക് ഡീൽ നടന്നിട്ടുള്ളത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു ഡീലിലൂടെ ഏകദേശം 1295 കോടിയുടെ ഒരു ഫണ്ടാണ് പ്രൊമോട്ടേഴ്സ് റൈസ് ചെയ്യാൻ പോകുന്നത്. എന്നാൽ ഇവിടെ ഒരു ലോക്കിൻ പീരീഡ് ഉണ്ട്. പ്രൊമോട്ടേഴ്സിന് ഇനി അടുത്ത സ്റ്റേക്ക് ഇനി സെല് ചെയ്യണമെങ്കിൽ ഡിസംബർ 2025 വരെ കാത്തു നിൽക്കേണ്ടി വരും. അവിടെ ഒരു ലോക്കിൻ പീരീഡ് സെബിയുടെ റെഗുലേഷൻ അനുസരിച്ചിട്ട് നിലവിൽ വന്നിട്ടുണ്ട്. ഇന്ന് സുസ്ലോൺ എനർജി ക്ലോസ് ചെയ്തിട്ടുള്ളത് 67.22 എന്നുള്ള ഒരു പ്രൈസ് റേഞ്ചിലാണ്. ഏകദേശം ഈ ഒരു ബ്ലോക്ക് ഡീൽ ഉണ്ടായിട്ട് പോലും 0.76% അപ്സൈഡിലാണ് സ്റ്റോക്ക് ക്ലോസ് ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡിമാൻഡ് ഈ സ്റ്റോക്കിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ വോളിയം പരിശോധിച്ച് കഴിഞ്ഞാൽ ഏകദേശം 130 മില്യൻ്റെ ഒരു വോളിയം നമുക്ക് ഈ സ്റ്റോക്കിലുണ്ടായിട്ട് കാണാം. അത് 80 മില്യൻ്റെ ആ ഒരു ആവറേജ് ഇയർലി വോളിയത്തിനേക്കാൾ എത്ര ഉയർന്നതായിട്ട് ഈ സ്റ്റോക്കിൻ്റെ വോളിയം ഉയർന്നതായിട്ട് കാണാം. അപ്പോൾ പല അനലിസ്റ്റുകളും ഇതിനൊരു സ്ട്രോങ് ബൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 75 എന്നുള്ള ലെവലിലേക്ക് ഈ സ്റ്റോക്കിൻ്റെ ഒരു ടാർഗറ്റ് പല കമ്പനികളും നിശ്ചയിച്ചതായിട്ട് കാണും. ഇപ്പോൾ മോട്ടിലാൽ ഓസ്വാൾ 83 എന്നുള്ള ടാർഗറ്റ്, ICICI സെക്യൂരിറ്റി 76 എന്നുള്ള ഒരു ടാർഗറ്റ് ഇതിന് കൊടുത്തതായിട്ട് കാണാം. അപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള ഓർഡർ ബുക്കും മാർജിൻ എക്സ്പാൻഷനും ഒക്കെ ഈ സ്റ്റോക്കിൽ ഉണ്ടായതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ബുള്ളിഷ്നെസ് ഈ സ്റ്റോക്കിൽ നമുക്ക് കാണുന്നത്. എങ്കിലും അവിടെ ചില വാല്യുവേഷൻ റിസ്കുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ സ്റ്റോക്കിൻ്റെ PE ഇപ്പോൾ 43 എന്ന റേഞ്ചിലാണ്. പക്ഷെ നമുക്ക് അവിടെ ആശ്വാസകരമായിട്ട് കാണുന്ന ഒരു കാര്യം, ഇതിൻ്റെ 3 ഇയേഴ്സിൻ്റെ മീഡിയൻ PE 101 എന്ന ലെവലായിരുന്നു. ആ ലെവലിൽ നിന്ന് എത്രയോ താഴെയാണ് ഇപ്പോൾ ഇത് ട്രേഡ് ചെയ്യുന്നത്. അതുപോലെ പ്രൈസ് ടു ബുക്ക് വാല്യൂ പക്ഷേ വളരെ ഹൈ ആണ്. 14.9 എന്നുള്ള ഒരു പ്രൈസ് ടു ബുക്ക് വാല്യൂ. ഇൻഡസ്ട്രിയുടെ ഒരു പ്രൈസ് ടു ബുക്ക് വാല്യൂ നമ്മൾ ആവറേജ് നോക്കുകയാണെങ്കിൽ 6.98 മാത്രമാണ് കാണുമെങ്കിൽ. അതുപോലെ തന്നെ ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് 91,000 കോടിക്ക് മുകളിലാണ്. അതിൻ്റെ ഒരു EPSുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് വളരെ ഹൈ ആണ്. കാരണം EPS ഒരു 1.53 മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ നോക്കുകയാണെങ്കിൽ 1092 കോടിയുടെ ഒരു ക്യാഷ് ഫ്ലോ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് അവരുടെ നെറ്റ് പ്രോഫിറ്റിൻ്റെ 53% മാത്രമേ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നിലവിലുള്ള ഏർണിങ്സ് അതിൻ്റെ ഒരു ക്വാളിറ്റി എത്രമാത്രം നിലനിൽക്കുമെന്നുള്ളത് നമ്മൾ
ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു വോളറ്റിലിറ്റി നോക്കുകയാണെങ്കിൽ 1.33 മുതൽ 2.62 എന്നുള്ള ഒരു ബീറ്റയാണ് നമുക്ക് കാണാൻ കഴിയുക. അതിൻ്റെ അർത്ഥം വലിയ തോതിൽ ഈ സ്റ്റോക്ക് അപ്സൈഡും ഡൗൺ സൈഡും പോകാൻ സാധ്യത ഉണ്ടെന്നാണ്. അപ്പോൾ നമുക്ക് കാണാൻ കഴിയും അതിൻ്റെ 52 വീക്ക് റേഞ്ച് നോക്കിക്കഴിഞ്ഞാൽ 86 എന്നുള്ള ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതുപോലെ 46 എന്നുള്ള ലോയും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഒരു വർഷത്തിനുള്ളിൽ. അപ്പോൾ ആ ഒരു വളറ്റിലിറ്റി വളരെ അധികമാണെന്ന് കാണാൻ കഴിയും. ഇത് കൂടാതെ തന്നെ കോമ്പറ്റേറ്റീവ് പ്രഷർ ഈ സ്റ്റോക്കിൽ തീർച്ചയായിട്ടും ഉണ്ട്. സീമെൻസ്, ABB, അതുപോലെ മറ്റ് ഡൊമസ്റ്റിക് പ്ലെയേഴ്സായ ഇനോക്സ് വിൻഡിൻ്റെ ഒക്കെ ശക്തമായിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ ഇവർ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു അഗ്രസീവ് ഇൻവെസ്റ്റർ ആണെങ്കിൽ നമുക്കിത് ബൈ ഓൺ ടിപ്പിൽ അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്കാണ്. പ്രത്യേകിച്ച് ഒരു 62 താഴെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ബൈങ് ലെവലായിരിക്കും. എങ്കിലും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു 58 എന്നുള്ള ഒരു സ്റ്റോപ്പ് ലോസ് നമ്മൾ തീർച്ചയായിട്ടും ഇതിൽ മെയിൻറ്റെയിൻ ചെയ്യണം. അതുപോലെ ടാർഗറ്റ് ഏകദേശം 76, 83 എന്ന ലെവലിലേക്ക് ഒരു വർഷത്തെ ഒരു ടാർഗറ്റ് വെച്ച് കൊണ്ട് ഈ സ്റ്റോക്കിൽ നീങ്ങാവുന്നതാണ്. എന്നാൽ ഒരു കൺസർവേറ്റീവ് ഇൻവെസ്റ്റർ ആണെങ്കിലെങ്കിൽ, അല്ലെങ്കിൽ ലോ റിസ്ക് അപ്പിറ്റൈറ്റ് ഉള്ള ഒരു ഇൻവെസ്റ്റർ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഒരു PEയിൽ ഉണ്ടാകുന്ന ഒരു കറക്ഷന് വേണ്ടി നമ്മൾ കാത്തു വെക്കുന്നതായിരിക്കും നല്ലത്. അത് പ്രത്യേകിച്ച് ഒരു 35 PEക്ക് താഴെ വരികയാണെങ്കിൽ നല്ലൊരു ബൈങ് ലെവലായിരിക്കും. അതുപോലെ തന്നെ ഡെറ്റ് ഇക്വിറ്റി ഒരു 0.1 എന്നുള്ള ലെവലിലേക്ക് ഈ സ്റ്റോക്ക് വരുമോ എന്ന് നോക്കണം. കാരണം ഇത് മുമ്പ് ഡെറ്റ് കാരണം തകർന്ന ഒരു കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഡെറ്റ് ഇക്വിറ്റി ലെവൽ എത്ര 0 ഡെറ്റിലേക്ക് വരുന്നോ അത്രക്കും സേഫാണ് ഈ സ്റ്റോക്ക്. അപ്പോൾ നിലവിലുള്ള ഇതിൻ്റെ ഹോൾഡേഴ്സ് തീർച്ചയായിട്ടും ഇതിൻ്റെ മാർജിൻസും ഓർഡർ ബുക്ക് അഡീഷൻസും അതുപോലെ തന്നെ ഒരു 80 മുകളിൽ ഈ സ്റ്റോക്കിൻ്റെ പ്രൈസ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തേണ്ടതുമുണ്ട്. മറ്റൊരു സ്റ്റോക്ക് നമുക്ക് കാണാൻ കഴിയുന്നത് കിറ്റെക്സ് ആണ്. ഇതിൻ്റെ ഇയർ ഓൺ ഇയർ സെയിൽസിൽ 73% ജമ്പും ഇയർ ഓൺ ഇയർ പ്രോഫിറ്റിൽ 61% ജമ്പും ഉണ്ടായിട്ടുണ്ട്. അതുകൂടാതെ തന്നെ മാർജിനിൽ ഒരു എക്സ്പാൻഷൻ ഉണ്ടായിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ 16% നിന്ന് FY 2024 ഉണ്ടായതിപ്പോൾ 20% എന്നുള്ള ആ ഒരു പ്രോഫിറ്റ് മാർജിൻ വർദ്ധിച്ചതായിട്ട് കാണാം. എന്നാൽ അത് ഹിസ്റ്റോറിക്കലായിട്ടുള്ള അതിൻ്റെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിനായിട്ടുള്ള 35 എന്ന ലെവലിൽ ഇനിയും എത്രയോ ദൂരം പോകേണ്ടത് ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടാതെ ഇവരുടെ ഒരു കപ്പാസിറ്റി എക്സ്പാൻഷൻ തെലങ്കാനയിൽ നടന്നിട്ടുണ്ടായിരുന്നു. അതൊരു 30 ബില്യൺ റുപ്പീസിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും അവരുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി വർദ്ധിപ്പിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു റാലി ഈ സ്റ്റോക്കിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. എങ്കിലും ഇപ്പോഴും ഇതിൻ്റെ ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ വളരെ ഹൈ ആണ്. 1.05 എന്നുള്ള ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ ആണ്. അത് ഇൻഡസ്ട്രി മീഡിയൻ ആ ഒരു ഡെറ്റ് നോക്കിക്കഴിഞ്ഞാലും അതുപോലെ ഹിസ്റ്റോറിക്കൽ ലെവൽ നോക്കിക്കഴിഞ്ഞാലും അവിടെ ഒരു ഫൈനാൻഷ്യൽ റിസ്ക് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൂടാതെ തന്നെ ഇതിൻ്റെ ഒരു ക്യാഷ് ഫ്ലോ വളരെ വീക്കാണെന്ന് കാണാൻ കഴിയും. 54 കോടിയുടെ ഒരു ക്യാഷ് ഫ്ലോ ആണ് ഉണ്ടായിട്ടുള്ളത്. അത് അവരുടെ പ്രോഫിറ്റിൻ്റെ 39% മാത്രമാണ് വരുന്നത്. അപ്പോൾ അതിൽ നിന്നും അതിൻ്റെ ഏർണിംഗ് ക്വാളിറ്റിയിൽ ഒരു ഇഷ്യൂ ഉണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ റിട്ടേൺ ഓൺ ഈക്വിറ്റിയിൽ ഒരു റിക്കവറി ഉണ്ടായതായിട്ട് കാണാം. എങ്കിലും അതിൻ്റെ ഹിസ്റ്റോറിക്കൽ റിട്ടേൺ ഓൺ ഈക്വിറ്റിയുടെ അടുത്തൊന്നും എത്തിയിട്ടില്ല. 40% ഒക്കെ ഇതിൻ്റെ റിട്ടേൺ ഓൺ ഈക്വിറ്റി ഹിസ്റ്റോറിക്കലായിട്ട് 2017 റിപ്പോർട്ട് ചെയ്തിരുന്നു. സ്റ്റോക്കിൻ്റെ PE ഇപ്പോഴും 41 എന്നുള്ള ലെവലിലാണ് കാണുന്നത്. അത് ഇൻഡസ്ട്രി PEയും അതുപോലെ 3 ഇയേഴ്സിൻ്റെ മീഡിയം PEയേക്കാൾ ഉയരത്തിലാണ്. അതുപോലെ തന്നെ പ്രൈസ് ടു ബുക്ക് വാല്യൂ 5.5 ആണ്. ഇൻഡസ്ട്രിയുടെ പ്രൈസ് ടു ബുക്ക് വാല്യൂ 2.9 ആണ്. അപ്പോൾ തീർച്ചയായിട്ടും അത്തരം പാരാമീറ്റർ വെച്ച് നോക്കുമ്പോൾ ഈ സ്റ്റോക്ക് ഇപ്പോൾ വളരെയധികം ഓവർ വാല്യൂഡ് ആയിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. എന്നാൽ ഷോർട്ട് ടേമിൽ നമുക്കൊരു 318 എന്നുള്ള ഒരു ടാർഗറ്റിൽ ഈ സ്റ്റോക്ക് പോകുമെന്നാണ് ടെക്നിക്കലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. എന്നാൽ ലോങ് ടേമിൽ ഒരു നോമിനൽ ഗ്രോത്ത് മാത്രമേ നമുക്ക് ഈ സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാൻ കഴിയുള്ളൂ. അതിൻ്റെ ഒന്നാമത്തെ കാരണം ഇതിൻ്റെ ഒരു സെക്ടറിൻ്റെ ഒരു പ്രത്യേകത. കാരണം ടെക്സ്റ്റൈൽ ഒരു അപ്പാരൽ ഈ ഒരു മേഖല എന്ന് പറയുന്നത് ഹൈലി കോമ്പറ്റേറ്റീവ് ആണ്. അതിൽ ഗ്ലോബലായിട്ട് ധാരാളം കോമ്പറ്റേറ്റേഴ്സ് ഉണ്ട്. അവിടെ ശക്തമായ ക്വാളിറ്റി കൺട്രോൾ ഉണ്ട്. അപ്പോൾ അവിടെ കൂടാതെ സൈക്ലിക്കലായിട്ടുള്ള ഒരു നേച്ചറും ഈ ടെക്സ്റ്റൈൽ സെഗ്മെൻറ്റിൽ നമുക്ക് കാണാൻ കഴിയും. കൂടാതെ ഈ സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം കിറ്റെക്സിൻ്റെ ശക്തമായൊരു ബുള്ളിഷ്നെസ് ഇപ്പോൾ ഉണ്ടായിട്ട് പോലും അവിടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് വലിയ താല്പര്യം ഈ സ്റ്റോക്കിൽ കാണിക്കുന്നില്ല എന്ന് കാണാൻ കഴിയും. FII ഹോൾഡിംഗ് ഇപ്പോഴും 0.9 എന്നുള്ള പെർസെൻറ്റേജിലേക്ക് താഴ്ന്നിരിക്കുകയാണ്. അവരവരുടെ ഹോൾഡിംഗ് കുറച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സും ഇതിൽ വലിയ താല്പര്യം കാണിക്കുന്നില്ല എന്നാണ്. അപ്പോൾ അത് സൂചിപ്പിക്കുന്നത് അവർക്ക് ഈ സ്റ്റോക്കിൽ ഒരു കോൺഫിഡൻസ് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ സ്റ്റോക്കിൽ എൻട്രി എടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ടുള്ള 258 എന്ന ഒരു സ്റ്റോപ്പ് ലോസ് അതിൻ്റെ സപ്പോർട്ട് ലെവലിൽ വെക്കുന്നത് നന്നായിരിക്കും. പ്രത്യേകിച്ച് ഒരു ഷോർട്ട് ടേമിൽ ഇത് കൺസിഡർ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അത്തരം ഒരു ട്രേഡിംഗ് ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്നാൽ ഒരു കൺസർവേറ്റീവ് ഇൻവെസ്റ്റർ ആണെങ്കിൽ ഇതിൽ ഇപ്പോൾ ഒരു എൻട്രി എടുക്കുന്നത് തികച്ചും അവോയ്ഡ് ചെയ്യണം എന്നാണ് പറയാനുള്ളത്. കാരണം ഇതിൻ്റെ വാല്യുവേഷൻ വലിയ റിസ്ക്കിലാണുള്ളത്. കാരണം പ്രൈസ് ടു ബുക്ക് വാല്യൂ ഒരു 4 താഴെ വരികയും അതുപോലെ PE ഒരു 30 താഴെ വരികയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കൺസിഡർ ചെയ്യാവുന്നത്.
അതുപോലെ തന്നെ ഇതിൻ്റെ ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ അതിപ്പോൾ 1.05 എന്നുള്ള ആ ഒരു ഹൈ ലെവലിൽ നിന്നും ഒരു 0.5 താഴെ വരുന്നത് വരെ കാത്തിരിക്കുന്നതായിരിക്കും ഒരു ലോങ് ടേം ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അഭികാമ്യമായിട്ടുള്ള ഒരു സ്ട്രാറ്റജി. മറ്റൊരു സ്റ്റോക്ക് ശ്രദ്ധയിൽപ്പെട്ടത് രാമ സ്റ്റീൽ ട്യൂബ്സ് ആണ്. ഇതിൻ്റെ റിസൾട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇയർ ഓൺ ഇയർ സെയിൽസിൽ 9.29% ഒരു അപ്സൈഡ് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇയർ ഓൺ ഇയർ പ്രോഫിറ്റിൽ 6.45% ഡൗൺ ആയിരുന്നു. പക്ഷേ ക്വാർട്ടർലി സെയിൽസിൽ 6% അപ്സൈഡും ക്വാർട്ടർ ഓൺ ക്വാർട്ടർ പ്രോഫിറ്റിൽ 20% ഒരു അപ്സൈഡ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതാണ് ഈ സ്റ്റോക്കിൽ ഇപ്പോൾ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. എന്നാൽ ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് കഴിഞ്ഞ ട്രെയിലിംഗ് 12 മന്ത്സിൽ അത് കുറഞ്ഞതായിട്ടാണ് കാണാൻ കഴിയുക. 6%-ൽ നിന്ന് 3% ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ക്യാഷ് ഫ്ലോ വളരെ വീക്കായിട്ടാണ് നമ്മൾ കാണുന്നത്. 51 കോടി എന്നുള്ള ക്യാഷ് ഫ്ലോ അതിൻ്റെ നെറ്റ് പ്രോഫിറ്റിൻ്റെ ഏകദേശം 53% മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ആ ഒരു സസ്റ്റൈനബിലിറ്റി സംശയം ഉണർത്തുന്ന ഒരു കാര്യമാണ്. അതുപോലെ ROE നമ്മൾ കാണുന്നത് 6.25 എന്നുള്ള ഒരു ലെവലാണ്. ROC 8.5 ആണ്. അത് ഇൻഡസ്ട്രിയുടെയും അതുപോലെ മീഡിയൻ ഹിസ്റ്റോറിക്കൽ ആവറേജിനും ഒക്കെ താഴെയായിട്ടാണ് കാണാൻ കഴിയുക. എന്നാൽ ഈ സ്റ്റോക്കിൽ ഡെറ്റ് റിഡക്ഷൻ ഉണ്ടായിട്ടുണ്ട്. അത് ഇവരുടെ കടം കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. അതുപോലെ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ പക്ഷേ ഇപ്പോഴും വളരെ ടൈറ്റ് ആണെന്ന് കാണാൻ കഴിയും. ഇതിൻ്റെ ഒരു വാല്യുവേഷൻ നമ്മൾ നോക്കുമ്പോൾ സ്റ്റോക്കിൻ്റെ PE ഇപ്പോൾ 92 എന്നുള്ള ഹൈ PE ആണ്. ഇൻഡസ്ട്രി PE 21 3 ഇയേഴ്സിൻ്റെ മീഡിയം PE 59 പ്രൈസ് ടു ബുക്ക് വാല്യൂ 5.79 എന്ന ഒരു വാല്യുവേഷനാണ് കാണുന്നത്. ഇൻഡസ്ട്രി ആണെങ്കിൽ പ്രൈസ് ടു ബുക്ക് വാല്യൂ 2.37 ആണ്. അതുപോലെ ഇതിൻ്റെ EPS ഗ്രോത്ത് ഡിക്ലൈൻ ചെയ്തതായിട്ടാണ്. ഏകദേശം 21% ഇയർ ഓൺ ഇയർ ഡിക്ലൈനാണ് നമുക്ക് കാണാൻ കഴിയുക. ഇപ്പോൾ ഈ സ്റ്റോക്കിലെ ഒരു പോസിറ്റീവ് മൊമെൻറ്റത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം അതിൻ്റെ ബിസിനസ് ഡൈവേഴ്സിഫിക്കേഷനാണ്. കാരണം ഇവരുടെ സബ്സിഡിയറി ആയിട്ടുള്ള രാമ ഡിഫൻസ് അതുപോലെ ഗ്രീൻ എനർജി ഇനീഷ്യേറ്റീവ് ആയ ഒനിക്സ് പോലെയുള്ള സബ്സിഡിയറീസ് പുതിയ റവന്യൂ ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. കൂടാതെ ഇവർ ക്ലയൻറ്റ് പോർട്ട്ഫോളിയോയിൽ ടാറ്റ, സെയിൽ, അശോക് ലേലൻഡ് പോലെയുള്ള കമ്പനികളെയും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇവരുടെ കപ്പാസിറ്റി എക്സ്പാൻഷൻ അത് 2,64,000 മെട്രിക് ടൺ എന്ന ലെവലിലേക്ക് ഉയർന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. എങ്കിലും അവിടെ റിസ്ക് ആയിട്ടുള്ള കാണുന്നത് പ്രൊമോട്ടേഴ്സ് കാര്യമായിട്ട് ഈ സ്റ്റോക്കിൽ നിന്ന് അവരുടെ ഹോൾഡിംഗ് കുറച്ചതായിട്ട് കാണാം. കഴിഞ്ഞ 3 വർഷം 22.5% പ്രൊമോട്ടർ ഹോൾഡിംഗ് കുറഞ്ഞിട്ടുണ്ട്. കൂടാതെ ഇതൊരു സ്റ്റീൽ സെഗ്മെൻറ്റിലുള്ള സ്റ്റോക്ക് എന്നുള്ള നിലക്ക് ആ ഒരു പ്രൈസ് ഫ്ലക്ച്വേഷൻ ഇതിൻ്റെ മാർജിനെ വലിയ തോതിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ടെക്നിക്കലായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഒരു ഷോർട്ട് ടേം സപ്പോർട്ട് കാണുന്നത് 12.24 എന്നുള്ള ഒരു ലെവലിലാണ്. അതുപോലെ ഒരു റെസിസ്റ്റൻസ് കാണാൻ കഴിയുന്നത് ഏകദേശം 15.22 എന്ന ലെവലിലാണ്. ഇപ്പോൾ ഷോർട്ട് ടേമിൽ ഒരു 15.4 എന്നുള്ള ലെവലിലേക്കൊക്കെ ഈ സ്റ്റോക്ക് പോയേക്കാം. ലോങ് ടേമിൽ 40 എന്നുള്ള ഒരു ലെവലിലേക്ക് നെക്സ്റ്റ് 5 ഇയേഴ്സിൽ ഒരു ബുള്ളിഷ്നെസ് നമുക്ക് ഈ സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാം. അപ്പോൾ നിങ്ങളൊരു കൺസർവേറ്റീവ് ഇൻവെസ്റ്റർ ആണെങ്കിൽ ഇതിൻ്റെ വാല്യുവേഷൻ തീർച്ചയായിട്ടും ഓവർ വാല്യൂഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു PE കറക്ഷൻ ഒരു 30-ൽ താഴെ വരുന്നത് വരെ കാത്തിരിക്കുന്നതായിരിക്കും നല്ലത്. എന്നാൽ ഒരു അഗ്രസീവ് ബയർ ആണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും 12.5, 13.5 എന്നുള്ള ലെവലിൽ ഇത് അക്യുമുലേറ്റ് ചെയ്തുകൊണ്ട് 11.8 എന്നുള്ള ഒരു സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാവുന്നതാണ്. 15.5 എന്ന ലെവലിലൊക്കെ ഒരു 1 to 3 മന്ത്സിൻ്റെ ഒരു അപ്സൈഡ് മൂവ് ചിലപ്പോൾ ഈ സ്റ്റോക്കിൽ ഉണ്ടായേക്കാം. അപ്പോൾ തീർച്ചയായിട്ടും 15.5 മുകളിൽ ഈ സ്റ്റോക്കിൻ്റെ പ്രൈസ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനെ പറ്റി ആലോചിക്കാവുന്നതാണ്. അതുപോലെ ഇതിൻ്റെ ഡെറ്റ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അതുപോലെ മാർജിൻ കുറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഫുള്ളായിട്ട് ഈ സ്റ്റോക്കിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നാണ് തോന്നുന്നത്. ഇതൊക്കെയാണ് ഇന്ന് ശ്രദ്ധയിൽപ്പെട്ട 3 സ്റ്റോക്കുകളെ കുറിച്ച് പറയാനുള്ളത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.